നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മൾ ഇന്ന് ആക്ച്വലി അമാവാസി കടന്നുപോയി, സൂര്യഗ്രഹണം കടന്നുപോയി. ഓക്കെ, ഞാൻ അതിൻ്റെ സ്പെഷ്യലായിട്ട് ഇട്ടില്ല, പക്ഷേ എൻ്റെ പ്ലേ ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ റെമഡീസ് ഒക്കെ കിടക്കുന്നുണ്ട്. അതിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ റെമഡീസ് എടുത്ത് ചെയ്യാം, ആ സമയത്തേ ചെയ്യാൻ പാടുള്ളൊന്നുമില്ല. ഓക്കെ, പ്ലേ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ന്യൂ മൂണിൻ്റെ വീഡിയോസ് ഉണ്ട്, അമാവാസി എന്നുള്ള വീഡിയോ ഉണ്ട്, ഫുൾ മൂണിൻ്റെ വീഡിയോസ് ഉണ്ട്. ഓക്കെ, അതിലൊക്കെ കുറേ റെമഡീസ് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എടുത്ത് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, സോ കാണാൻ ശ്രമിക്കൂ. ഞാൻ പറയാൻ വിട്ടുപോകും, ബിക്കോസ് ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ഈ സമയം ഡിഫറൻസ് ആണ് മെയിൻ പ്രശ്നം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇട്ട് വെച്ചിട്ട് എനിക്ക് അപ്പോഴേക്കും രാത്രിയാവും. ഓക്കെ, പിന്നെ ഞാൻ രാവിലെ എണീക്കുമ്പോഴേക്കും ചിലപ്പോൾ അതിൻ്റെ കാര്യം എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാവും. സോ അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ചിലപ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല, ചില കാര്യങ്ങൾ വിട്ടുപോകുന്നു. ഓക്കെ, അപ്പോൾ ഇത് അഗൈൻ ഇതിപ്പോൾ പെട്ടെന്നൊരു ഇന്ന് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് എന്നത് പറയാണ്. ചൈനീസ് കലണ്ടർ പ്രകാരം ഒക്കെ ഒരു പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്യാണ്. ഗൈഡൻസ് മെസ്സേജ് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. സോ ചൈനീസ് ഇയർ കഴിഞ്ഞ വർഷം പോയത് സ്നേക്കിൻ്റെ ആയിരുന്നു. ഓക്കെ, ആൻഡ് ഈ വർഷം ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ഹോഴ്സിൻ്റെ ഇയർ ഓഫ് ഹോഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇയർ ഓഫ് സ്നേക്കാണ് പോയത്. ഓക്കെ, കഴിഞ്ഞു പോയി. അപ്പോൾ അതിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സ്നേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സ്നേക്കിനെ ഉദ്ദേശിക്കുമ്പോൾ ഒന്ന് സ്ലോ ആയിട്ട് മൂവ്മെൻറ്റ്. ഓക്കെ, മെല്ലെയാണ് നീങ്ങുക. അപ്പോൾ കാര്യങ്ങളൊക്കെ ഒരുപാട് നിങ്ങൾക്ക് സ്ലോ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഒന്നും നീങ്ങുന്നില്ല എന്ന രീതിക്ക് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും, സ്റ്റക്കായിട്ട് ഇരിക്കുന്നു. അതിൽ സ്റ്റക്ക് എന്ന് പറയുന്നില്ല, ബട്ട് എല്ലാം ഇങ്ങനെ കഴിഞ്ഞ് എത്ര സ്പീഡ് പോകാൻ പറ്റും പാമ്പിന്, അല്ലേ? ഒരു ലിമിറ്റ് ഉണ്ട്. സോ അതുപോലെ ആ ഒരു സ്ലോനെസ് നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഡിലേസ് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. മാത്രമല്ല നമ്മൾ ഈ പാമ്പ് പടം ഇതാക്കുന്ന പോലെ അതിൻ്റെ സ്കിന്ന് മാറുന്ന പോലെ ഒന്ന് അഴിച്ചു കളയും, അല്ലേ? അപ്പോൾ അതുപോലെ ഒരു റിലീസിങ് എന്ന് പറയും. ഓക്കെ, ഈ ഇയർ ഓഫ് സ്നേക്ക് വാസ് ഫോർ റിലീസിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, ചില കാര്യങ്ങൾ റിലീസ് ചെയ്ത് കളയുന്ന വർഷമായിരുന്നു. ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാവും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചില കാര്യങ്ങൾ അതിപ്പോൾ അഗൈൻ വ്യക്തികളാവാം, കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈവൻ നമ്മളുടെ തന്നെ ചേഞ്ചസ്. ഓക്കെ, നമ്മളുടെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ മാറ്റിയിട്ടുണ്ടാവും. ഓക്കെ, റിലീസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ മനസ്സിൽ നിന്ന്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു റിലീസിൻ്റെ സ്റ്റേജ് ആയിരുന്നു. ഇനി പക്ഷെ വരുന്നത് ഇപ്പോൾ ഈ വർഷം തുടങ്ങിയത് ഇന്നലെ ആയിരുന്നു അതിൻ്റെ സ്റ്റാർട്ടിങ് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഈ ഹോഴ്സിൻ്റെ ഇയർ അഗൈൻ ഞാൻ ഈ പറയുമ്പോൾ ഇതാ പ്രശ്നം. ഞാൻ US റെക്കോർഡ് ചെയ്യുന്നു, നിങ്ങൾ ഇന്ത്യയിൽ കാണുന്നു, ആ ഡേറ്റും ഇതൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, സോ എനിവേ, സോ ഇയർ ഓഫ് ഹോഴ്സിൽ പറയുന്നത് മൂവ്മെൻ്റ് ആണ്, ഫാസ്റ്റ് മൂവ്മെൻറ്റ്. ഓക്കെ, മാറ്റങ്ങൾ, ചേഞ്ചസ്, മൂവ്മെൻറ്റ്, ഗ്രോത്ത് എന്ന രീതിക്കൊക്കെയാണ്. അതിൻ്റെ പവർ, ആക്ച്വലി ഇന്നർ പവർ, സ്ട്രെങ്ത് എന്ന രീതിക്കൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ ആ ഒരു കുതിരയുടെ എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. ഈ വർഷം നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ്. ആ ഹോഴ്സ് പോലെ ആവാൻ ശ്രമിക്കുക, കോൺഫിഡൻസ്. ഓക്കെ, കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക എന്ന രീതിയിലാണ്. സോ ഞാൻ ആക്ച്വലി ഗൈഡൻസ് നിങ്ങൾ കണ്ടാൽ അതിൽ ഞാൻ താഴെ ഒരു സ്വിച്ച് വേർഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെയും നോക്കട്ടെ, ഞാൻ എവിടെയും ഇട്ടേക്കാം. ഒരു സ്വിച്ച് വേർഡ്, അതായത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയത്, നിങ്ങൾക്ക് ആ സ്വിച്ച് വേർഡ് ഒരുപാട് തവണ നിങ്ങൾക്ക് ചാൻറ്റ് ചെയ്യാം. ഓക്കെ, കുറേ തവണ നിങ്ങൾ ദിവസം മുഴുവൻ നിങ്ങൾ പറഞ്ഞുകൊണ്ടേ. ഒരു ദിവസത്തെ കാര്യമില്ല, ഞാൻ അതിലും പറയാൻ വിട്ടുപോയി. ഓക്കെ, 21 ഡേയ്സ് ഒക്കെ നിങ്ങൾ കണ്ടിന്യൂസ്, അല്ലെങ്കിൽ ഒരു മാസമോ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്ര ദിവസം തോന്നുന്നു അത്രയും ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ഇടയ്ക്കിടയ്ക്ക് അത് പറഞ്ഞു. അത് നിങ്ങൾക്ക് സ്വയം സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ തന്നെ ഇന്നർ പവർ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച് വേർഡാണ്. ഓക്കെ, അത് ഞാൻ ഹോഴ്സ് റിലേറ്റഡ് ആണ്, എനിക്കത് മറന്നുപോയിട്ടുണ്ട്. ഞാനിപ്പോൾ റെക്കോർഡിംഗ് സമയത്ത് ഞാൻ താഴെ ഇവിടെ ടൈപ്പ് ചെയ്ത് ഇട്ടേക്കാം. ഓക്കെ, നിങ്ങളത് നോക്കിയിട്ട് നിങ്ങൾ കോപ്പി ചെയ്തെടുത്തോളൂ, അല്ലെങ്കിൽ ഞാൻ താഴെ പിൻ കമൻറ്റിലും പറ്റിയിടാം, അല്ലെങ്കിൽ ഗൈഡൻസിൽ അത് ഉണ്ടാവും കേട്ടോ. ഓക്കെ, സോ നിങ്ങളത് കോപ്പി ചെയ്ത് നിങ്ങൾ അത് എഴുതാം, നിങ്ങൾക്ക് അതിന് പറയാം. ഓക്കെ, പറഞ്ഞുകൊണ്ടിരിക്കാം. സോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ആൻഡ് അഗൈൻ സോ മാറ്റങ്ങളുടെ ഒരു സമയമാണ് വരുന്നത് എന്നാണ് പറഞ്ഞത്. സോ ഇവിടെ എന്താണ് ചേഞ്ചസ് വരാൻ പോകുന്നത് എന്ന് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് ചേഞ്ചസ്, നമുക്ക് ഈ ഇയർ ഓഫ് ഹോഴ്സ് നിങ്ങളുടെ ബന്ധത്തിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരുന്നത് എന്ന് നോക്കാം. അതിൻ്റെ എപ്പോഴും തുടക്കത്തിലൊക്കെ തന്നെ ചില മാറ്റങ്ങളുണ്ടാവും, എൻഡിങ് ആകുമ്പോഴേക്കും ചിലപ്പോൾ ചേഞ്ചസ് ഉണ്ടാവും. സോ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ചില സമയങ്ങൾ, അതായത് തുടക്കത്തിൻ്റെ സമയത്തിൽ, അല്ലേ, ഒരു ഇയർ മാറുന്ന സമയം എന്ന് പറയില്ലേ, നമ്മൾ ഈ ഇത് പറയുന്ന പോലെയാണ് ആസ്ട്രോളജിയിൽ, നമ്മുടെ ജ്യോതിഷത്തിൽ പറയുന്ന പോലെ എന്താ പറയുക, ഗ്രഹങ്ങൾ മാറുന്ന സമയം എന്ന് പറയുമല്ലോ, അങ്ങനെ ഉള്ള സമയങ്ങൾ പോലെയാണ് ന്യൂ ഇയറിൻ്റെ ഒക്കെ. അപ്പോൾ അങ്ങനത്തെ പീരീഡ്സ് അങ്ങനെ നമ്മൾ ഒരു മാറ്റം, അല്ലേ, മാറ്റം സംഭവിക്കുന്ന സമയമാണ്. സോ ആ സമയത്ത് പ്രത്യേകിച്ചും ചില എഫക്റ്റ് ഉണ്ടാവും. നമുക്ക് നോക്കാം എന്താണ് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് കാണുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റമാണ് കാണുന്നത് നമുക്ക് നോക്കാം. ഇംപേഷ്യൻസ്, ഓക്കെ, വൈബ്രേഷൻ, വെരി നൈസ്, ക്ലാരിഫിക്കേഷൻ, ഇത് ഐ തിങ്ക് കുറച്ച് ദിവസം സെയിം വന്ന പോലെ ഉണ്ട്. ഡിപ്പാർച്ചർ, സോറി, പ്രഷ്യസ്. ഞാൻ ഈ ഡെക്ക് മാത്രമേ ഉപയോഗിക്കാം. എനിക്ക് ആക്ച്വലി ഡെക്ക് വലിയ ഇഷ്ടമായി, ഇതിൽ പിക്ചേഴ്സും ഇതൊക്കെ കൂടി എനിക്ക് വലിയ ഇഷ്ടമായി, അതുകൊണ്ടാണ്. ഓക്കെ, സോ ഇതിൽ തന്നെ എടുത്തേക്കാം നമുക്ക്. ഫ്രഷ് സ്റ്റാർട്ട്, അഗെയിൻ സെയിം വരുന്നു. ഓക്കെ,
സോൾ കണക്ഷൻ. ഞാൻ ഷഫിൾ ചെയ്തിട്ടാണ് എടുത്തത്. എത്ര തവണ ഷഫിൾ ചെയ്താ ഉമ്മേ. നിങ്ങൾ പറയും സെയിം മെസ്സേജാണ് വരുന്നതെന്ന്. ഞാൻ എന്താ ചെയ്യാം, എനർജി അങ്ങനെയാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, കോഷൻ. ഓക്കെ ഫൈൻ. വാർണിംഗ് നമുക്ക് ലാസ്റ്റ് പറയാം. ഇവിടെ ഇംപേഷ്യൻസ് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എനിക്ക് കാണുന്നത് നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ ഉണ്ടാവാം. ഓക്കെ, ഒരു സെപ്പറേഷൻ എനർജി എനിക്ക് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ പക്ഷേ ഇപ്പോൾ ഇംപേഷ്യൻ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് അവർക്ക് റെസ്റ്റ്ലെസ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന രീതിയിലാണ്. ലൈഫ് ഇസ് ടു ഷോർട്ട് ടു വെയിറ്റ്, ഡൈങ് ടു മീറ്റ് യു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം, നിങ്ങളായിരിക്കാം. ഓക്കെ, രണ്ടും പറയാം. ബട്ട് ഐ തിങ്ക് ഞാൻ ഇവിടെ എടുക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എനർജിയാണ്. സോ ഓക്കെ, സോ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ പറയുന്നത് ലൈഫ് ഇസ് ടു ഷോർട്ട്, നിങ്ങളെ കാണാൻ കാത്തിരിക്കുന്നു എന്ന രീതിക്കാണ്. ഡൈങ് ടു മീറ്റ് യു എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ അവർക്കിപ്പോൾ ക്ഷമ നശിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ, നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾ തമ്മിലൊരു ഒരാൾ നിങ്ങൾ വിട്ട് മാറി അല്ലെങ്കിൽ അവർ വിട്ട് മാറി അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ. ഓക്കെ, അവർക്ക് ആ ക്ഷമ ഇല്ലാതെ ആവുന്നുണ്ട്. ഓക്കെ, സൈലൻ്റ് ആയിട്ടൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ ക്ഷമ നശിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഉള്ളിൽ അവർക്ക് ഈ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ട്. വൈബ്രേഷൻ ആൻഡ് സോൾ കണക്ഷൻ രണ്ടും ഒന്നിച്ചാണ് വന്നിരിക്കുന്നത്. രണ്ടും ഒരേ എനർജിയാണ്. ഓക്കെ, സോ എവിടെ നിങ്ങൾ തമ്മിലുള്ള ആ കണക്ഷൻ അത്രയും സ്ട്രോങ് കണക്ഷനാണ്. അതുകൊണ്ട് തന്നെ അവർ ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ എനർജി അവർ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും അതേപോലെ തന്നെ അവരിങ്ങോട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. സോ ആ കണക്ഷൻ്റെ ആ ഒരു സ്ട്രെങ്ത് കൊണ്ട് ആ വൈബ്രേഷൻ ശരിക്കും അവരെ ഒരു ഇരിക്കപ്പുറതി ഇല്ലാതെ ആക്കുന്നു എന്ന് പറഞ്ഞ പോലെയാണ്. there is something that connects us all the time. No expectation, purely loves you. See, അവർക്ക് നിങ്ങളോട് ഫീൽ ചെയ്യുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. അത്രയും നിങ്ങൾ തമ്മിൽ എന്തോ ഉണ്ട് എന്നവർ തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ അകന്ന് നിൽക്കുമ്പോഴേക്കാണ് അങ്ങനത്തെ തിരിച്ചറിവുകളൊക്കെ വരുന്നത്. നിങ്ങൾ എന്താണ് എന്നതൊക്കെ അവർ തിരിച്ചറിയുന്ന ആ സമയത്താണ്. ഓക്കെ, ആൻഡ് ഇവിടെ ക്ലാരിഫിക്കേഷൻ ഉണ്ട്. ഐ വിൽ നോട്ട് എക്സ്പ്ലെയിൻ മൈസെൽഫ്, ഐ നോ ഐ എം റൈറ്റ്. ഓക്കെ, ഇവിടെ ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ വന്ന പ്രശ്നം ഐ തിങ്ക് ഇതാണ്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ആർഗ്യുമെൻറ്റ് വന്നു, നിങ്ങൾ തമ്മിലൊരു പ്രശ്നം വന്നു. അപ്പോൾ ഈ പേഴ്സൺ അവർ ചില സമയത്ത് നമ്മളൊന്ന് സംസാരിച്ച് ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും കാര്യങ്ങൾ, പക്ഷെ അവർ എക്സ്പ്ലനേഷൻ തയ്യാറല്ല. ഓക്കെ, അവർ പറയുന്നത് ഞാൻ ശരിയാണ്, ഞാൻ പറയുന്നതാണ് ശരി, അപ്പോൾ എനിക്കിനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അതാണ് ഐ തിങ്ക് ഒരു ഈഗോ ക്ലാഷ് എന്ന് പറയാം. ഓക്കെ, ഒരു ഈഗോ ക്ലാഷ് പോലെയാണ്. സോ ഇവിടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ആ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ മാറിപ്പോയത്. ഇനി എനിക്ക് വയ്യ അങ്ങനെ നിൽക്കാൻ എന്ന് നിങ്ങൾ പറഞ്ഞു കാണും. ഓക്കെ, സോ ഇവിടെ പേഴ്സൺ അങ്ങനെ നിങ്ങൾ പക്ഷെ വിട്ട് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന് ശേഷമാണ് അവർ തിരിച്ചറിയുന്നത് നിങ്ങൾ എത്ര പ്രഷ്യസ് ആണ് എന്നുള്ളത്. ഐ എം സോ ബ്ലെസ്ഡ് ടു ഹാവ് യു ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നുണ്ട്. അവർ അപ്പോഴാണ് തിരിച്ചറിയുന്നത് നിങ്ങൾ ശരിക്കും അവരുടെ ലൈഫിലുള്ളത് എത്ര ബ്ലെസ്സിങ് ആണ് എന്നുള്ളത്. അപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത്. ഓക്കെ, അവരുടെ ലൈഫിൽ നിങ്ങൾ വന്നത് ഒരു അനുഗ്രഹമായിട്ടാണ് എന്ന രീതിക്കാണ് പറയുന്നത്. ഫ്രഷ് സ്റ്റാർട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു വീണ്ടും ഐ എം ഇൻ ലവ് വിത്ത് യു, വിൽ യു ബി മൈ ബേ. ഓക്കെ, അവർ നിങ്ങളെ വീണ്ടും ഒരു ഫ്രഷ് സ്റ്റാർട്ട് ആഗ്രഹിക്കുന്നു. വീണ്ടും ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആയിട്ട് വരുന്നു, ഒരു മീറ്റിംഗ് ആയിട്ട് കുറച്ച് പേർക്ക് പറ്റുന്നവർക്ക് മാരേജ് ഓഫർ കൊണ്ട് വരുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ നിങ്ങളുമായിട്ട് വീണ്ടും റീകണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വീണ്ടും ഒരു ഫ്രഷ് സ്റ്റാർട്ട് അവർ ആഗ്രഹിക്കുന്നു. സോൾ കണക്ഷൻ അത്രയും സ്ട്രോങ് ആണ്. അവർ തിരിച്ച് പിടിച്ചുകൊണ്ട് വരികയാണ് വൈബ്രേഷൻ. ഓക്കെ, നിങ്ങളിലേക്ക് പുള്ളി ഇത് കൊണ്ടുവരികയാണിത്. അവർക്ക് ക്ഷമ നശിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ആ സൈലൻസ് ഓക്കെ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ, ദർ ഇസ് നോ വൺ ബിഫോർ ഓർ ആഫ്റ്റർ യു ആർ ദി ഓൺലി വൺ. അവർ പറയുന്നുണ്ട് ദറ്റ് അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് മുമ്പും ആരും ഇങ്ങനെയില്ല, നിങ്ങൾക്ക് ശേഷവും ആരും ഉണ്ടാവില്ല. ഓക്കെ, യു ആർ ദി ഓൺലി വൺ എന്നാണ് പറയുന്നത്. മുമ്പ് ഉണ്ടായിട്ടുണ്ടാവാം ബന്ധങ്ങൾ, ഇല്ല എന്നല്ല. ഓക്കെ, വേറെ ബന്ധങ്ങൾ ഉണ്ടാവാം, അവരുടെ ലൈഫിൽ ഇപ്പോഴും ഉണ്ടാവാം. പക്ഷെ നിങ്ങളെപ്പോലെ വേറെ ആരുമില്ല. ഓക്കെ, നോ ബഡി ഇസ് ലൈക്ക് യു. ആ ഒരു സോൾ ആക്ച്വലി ഈ 3 പിക്ചർ നിങ്ങൾ നോക്കിയാൽ കാണാം. 3ലും ഞാനത് ചിലപ്പം മറയ്ക്കും, നിങ്ങൾക്ക് കാണുമെന്ന് എനിക്കറിയില്ല. നോക്കട്ടെ, ഡിപ്പെൻസ് ഓൺ യൂട്യൂബ് എപ്പോഴാണ് എന്താ പറയാമെന്നറിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, സോ പക്ഷെ നല്ല ഭംഗിയുള്ള പിക്ചേഴ്സാണ്. ഐ ഹോപ്പ് നിങ്ങളിത് അറ്റ്ലീസ്റ്റ് ഈ പിക്ചറുമായിട്ട് വിചാരിച്ചാൽ മതിയോ, എല്ലാ പിക്ചറും ഒരേപോലെയാണ്. ഓക്കെ, സോ അത്രയും ആ സോൾ കണക്ഷനാണ് കാണിക്കുന്നത്, ആ ബോണ്ടിനെയാണ് കാണിക്കുന്നത്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടാണ് എന്നാണ്. ഓക്കെ, ആൻഡ് റിഗ്രറ്റ് ഉണ്ട് ഇവിടെ. ഐ എം റിയലി സോറി ഫോർ മൈ വേർഡ് ആൻഡ് ആക്ഷൻസ്. അവർക്ക് യെസ് ഞാൻ പറഞ്ഞില്ലേ, അവർ ചെയ്ത കാര്യം അവർക്ക് തെറ്റ് അവർക്ക് ഇപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. അവർക്ക് നിങ്ങളെ എന്തെങ്കിലും വേദനിപ്പിച്ചു എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് റിഗ്രറ്റ് വരുന്നുണ്ട്. അവർക്ക് അതിൻ്റെ അവർ ആ നേരത്തെ ഒരു ഇറിറ്റേഷനിലോ അല്ലെങ്കിൽ ഒരു ദേഷ്യത്തിലോ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞായിരിക്കാം. ബട്ട് ഇപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളങ്ങനെ ഐ തിങ്ക് നിങ്ങളത് റിയാക്ട് ചെയ്തു ഇത്തവണ. ഓക്കെ, റിയാക്ഷൻ എന്ന് വെച്ചാൽ നിങ്ങളതിന് മാറിപ്പോയി. ഓക്കെ, നിങ്ങളവിടെ ആർഗ്യുമെൻറ്റോ തർക്കിക്കാനോ നിങ്ങൾ നിന്ന് കാണില്ല. ഐ തിങ്ക് ഇവിടെ നിങ്ങളുടെ ആ ഒരു മാറ്റം അവർക്ക് ഇപ്പോൾ റിഗ്രറ്റ് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് വിഷമം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് സെൽഫ് ഫീലിംഗ് കാണുന്നുണ്ട്. ഐ ഹവ് അഡ്ജസ്റ്റഡ് എ ലോട്ട്, നോ മോർ നൗ. യെസ്, ഐ തിങ്ക് നിങ്ങളാണ് ഇപ്പോൾ വിട്ടുപോയത്. നിങ്ങളാണിത് നിങ്ങൾ ഇത്രയും ഒരുപാട് കാലം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കാണും. ഓക്കെ, നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു പീസാണ്, സമാധാനമാണ്. ഓക്കെ, അപ്പം നിങ്ങൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ തർക്കിക്കാമെന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. മേ ബി നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാവും എനിക്കിപ്പോൾ നീ ഒന്നിനും വയ്യ. ഓക്കെ, ഞാൻ എൻ്റെ സമാധാനം ചൂസ് ചെയ്യുന്നു എന്ന രീതിക്കാണ്. സെൽഫ് ഹീലിംഗ് ആണ്. നിങ്ങൾ നിങ്ങളെ തന്നെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്ന പോലെയാണ്. ഓക്കെ, നിങ്ങൾക്ക് അവർ വിഷമമുണ്ടോ ഇല്ലേ ഒന്നും നിങ്ങൾക്കിപ്പോൾ ബാധകമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഐ ഡോണ്ട് തിങ്ക് ഇപ്പോൾ അവർ തിരിച്ച് വന്നാൽ പോലും നിങ്ങൾക്ക് ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തോന്നുന്നില്ല. ബിക്കോസ് ഓൾറെഡി നിങ്ങൾ ഒരുപാട് തവണ നിങ്ങൾ വിഷമം നിങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞു.
ഓക്കെ, ഇപ്പം നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഇപ്പോൾ പഠിച്ചു വരികയാണ്. ഓക്കെ, ആക്ച്വലി അങ്ങനെ ഉള്ള സമയങ്ങളിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ആ പേഴ്സൺ തിരിച്ച് വന്നാലും നിങ്ങളുടെ ഈ ബാലൻസ് നിങ്ങൾ കളയരുത്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു സമാധാനം നിങ്ങൾ വിട്ട് കളയരുത്. എന്ന് വെച്ചാൽ ഓവർ അറ്റാച്ച്മെൻറ്റിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക, അത്രയേ ഉള്ളൂ. എന്ന് വെച്ചിട്ട് ബന്ധം നമുക്ക് ഒരിക്കലും വിട്ട് കളയാനും പറ്റില്ല, വിട്ട് പോവില്ല. പക്ഷേ നിങ്ങളുടെ ആ ഒരു ബാലൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങളുടെ സമാധാനം, നിങ്ങളുടെ പീസ്. ഓക്കെ, ഞാനിവിടെ കോഷൻ കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് എനിക്കിത് ഒരു ചെറിയൊരു ഡൗട്ട്, കോഷൻ കാണുന്നുണ്ട് ഇവിടെ. സോ ഇവിടെ കുറച്ച് പേർക്ക് എനിക്ക് കാണുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും, ഓക്കെ, ചിലപ്പോൾ കണ്ണു തട്ടൽ പോലെ ഉള്ള ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ജലസി ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കാൻ ശ്രമിച്ച് കാണാം. ഓക്കെ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു കണ്ണു തട്ടൽ പോലെയുള്ള ചില ബ്ലാക്ക് ഒരു നെഗറ്റീവ് എനർജി ഇവിടെ എനിക്ക് കാണുന്നുണ്ട് നിങ്ങളുടെ ചുറ്റും. സോ നിങ്ങളെ തന്നെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളെ പേഴ്സണിനെ ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റില്ല. ഓക്കെ, നിങ്ങളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുക. പറ്റിയാൽ ബ്ലാക്ക് ഒബ്സീഡിയൻ, ബ്ലാക്ക് ടോർമലിൻ എന്നുള്ള സ്റ്റോൺസ് ഒക്കെ ഉണ്ട്, ക്രിസ്റ്റൽസ് ഉണ്ട്, അത് ധരിക്കുക. ആക്ച്വലി എൻ്റെ കയ്യിൽ കിടക്കുന്നത് ഇത് സുലൈമാനി ഹക്കീക്കാണ്, ഇതും ഇടാറുണ്ട്. ഓക്കെ, എൻ്റെ കയ്യിലില്ല, സോറി, ഞാൻ ചെയ്യാറില്ല, ഞാനങ്ങനെ സ്റ്റോക്ക് വെച്ചിട്ടില്ല. ഇത് സുലൈമാനി ഹക്കീക്ക് എന്ന് പറയും. നിങ്ങൾക്ക് എവിടെയും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പിന്നെ യൂസ് ചെയ്യുന്നത് ഇതാണ്. ഓക്കെ, ഇതെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ടിപ്പില്ല. ഇത് ടൈഗർ ഐ ഉണ്ട്, ഇതിൽ ബ്ലാക്ക് ഒബ്സീഡിയൻ ഉണ്ട്, ആൻഡ് ഇത് ഹെമറ്റൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോണാണ്, ക്രിസ്റ്റൽസ് ആണ്. ഇത് ഇങ്ങനെയുള്ളത്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ബ്ലാക്ക് ഒബ്സീഡിയൻ എന്ന് പറയുന്ന ഈ ക്രിസ്റ്റൽ ആക്ച്വലി ഇവിടെയും ഉണ്ട്, ഏതാണ്ടോ ഞാൻ എപ്പോഴും ഇവിടെ തന്നെ വെക്കാറുണ്ട്. ഇത് ബ്ലാക്ക് ഒബ്സീഡിയൻ, ഇങ്ങനത്തെ ഒരു സ്റ്റോൺ വാങ്ങിച്ചാലും മതി. ഓക്കെ, സോ ഇത് ഇങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ധരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റോൺ ആയിട്ടെങ്കിലും നിങ്ങളുടെ കയ്യിലോ ബാഗിലോ ഒക്കെ നിങ്ങൾ എപ്പോഴും വെച്ച് വയ്ക്കുക. ഓക്കെ, ഇത് പ്രൊട്ടക്ഷന് നല്ലതാണ്. സുലൈമാനി ഹക്കീക്ക് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല, എനിക്കത് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനത് ഇടുന്നതാണ്, എപ്പോഴും മാക്സിമം അത് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഇത് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ക്രിസ്റ്റൽ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ആൻഡ് ഇതിപ്പോൾ ആ കണ്ണ് തട്ടലിൽ നിന്ന് മാത്രമല്ല, എന്തൊരു നെഗറ്റീവ് എനർജിയിൽ നിന്നും നിങ്ങൾക്ക് പ്രൊട്ടക്ഷനാണ്. ഇങ്ങനത്തെ വല്ലതും യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ജലസയുടെ ആ ഒരു എനർജി ഇവിടെ വന്നു എനിക്ക്. എമോഷണൽ ബാഗേജ്, മൈ ഹാർട്ട് ഇസ് ടയർഡ് ഓഫ് ഗെറ്റിംഗ് ഹേർട്ട്, ഐ നീഡ് സ്പേസ്. യെസ്, ഐ തിങ്ക് നിങ്ങളിപ്പോൾ ഒരുപാട് മാറി നിൽക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളാണ് ഇവിടുന്ന് മാറി നിൽക്കുന്നത്. ആൻഡ് ഐ തിങ്ക് നിങ്ങൾക്ക് കാരണം ഒരുപാട് ഹേർട്ട് ആയിട്ടുണ്ട് നിങ്ങൾ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ സെൽഫ് ഹീലിംഗ് ചൂസ് ചെയ്യുന്ന പോലെയാണ് ഇവിടെ എനിക്ക് കിട്ടുന്നത്. സോ യെസ്, ഈ ഒരു ഇയർ, ഈ ന്യൂ ഇയറിൻ്റെ ഈ ചൈനീസ് ന്യൂ ഇയർ വരുമ്പോൾ എനിക്ക് കാണുന്നത് പേഴ്സൻ്റെ ഭാഗത്തുനിന്നൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ നിങ്ങളുടെ പുറകെ വരുമെന്ന് ചേസ് ചെയ്യുമ്പോൾ ഭയങ്കര അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് മാറ്റങ്ങളുണ്ടാവും. ഓക്കെ, ചേഞ്ചസ് ഉണ്ടാവും, ബട്ട് അതിന് നിങ്ങളും മാറുന്നുണ്ട്. ഓക്കെ, നിങ്ങളിൽ മാറ്റങ്ങൾ വരുമ്പോഴാണ് അവരും മാറുന്നത്. അല്ലാതെ എല്ലാം നമ്മൾ പറയില്ലേ, വൺ ഈസ് കണക്റ്റഡ് ടു ദി അതർ എന്ന് പറയുന്ന പോലെയാണ്. നിങ്ങളുടെ റിയാക്ഷൻസ് മാറുമ്പോഴാണ് അവരിലും മാറ്റങ്ങൾ വരുന്നത്. ഓക്കെ, സോ ഇവിടെ ഐ തിങ്ക് നിങ്ങളിപ്പോൾ ചേസിങ് നിർത്തിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഇനി മുന്നോട്ടും ഓക്കെ, നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്ത് നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക, ഹോഴ്സിനെ പോലെ. ഓക്കെ, നിങ്ങൾ കോൺഫിഡൻ്റ് ആവുക, നിങ്ങളുടെ തന്നെ പവർ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സെൽഫ് ലവിൽ നിങ്ങൾ നിൽക്കുക. ഓക്കെ, എന്ന് വെച്ച് അഗെയിൻ ഞാൻ പറയുന്നത് മനസ്സിലാക്കുക, ഇത് നിങ്ങൾ തനിച്ച് നിൽക്കണം, ബന്ധങ്ങൾ വേണ്ട, അതൊന്നുമല്ല അർത്ഥം പറയുന്നത്. ബട്ട് ആ ബന്ധത്തിൽ നിങ്ങൾ ഒരുപാട് ഡിപ്പെൻഡൻ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമങ്ങളാവും. ഓക്കെ, കാരണം നിങ്ങൾ ഇമോഷണൽ വ്യക്തികളാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിഷമവും വേദനയും ഉണ്ടാവും. സോ അതുകൊണ്ട് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക. എപ്പോഴും നിങ്ങളുടെ ഒരു പവർ നിങ്ങൾ വിട്ടുകളയാതെ നിൽക്കുക. ഓക്കെ, സ്നേഹം വേണം, വ്യക്തികൾ വേണം കൂടെ, വേണ്ട എന്നല്ല, പക്ഷെ നിങ്ങളെ മറന്നിട്ടാവരുത് എന്ന് മാത്രം. ഓക്കെ, എൻ്റെ ഇവിടെ അഗെയിൻ ഇയർ ഓഫ് ദ ഹോഴ്സ് ആണ്. സോ നിങ്ങൾ ആ പവർ നിങ്ങൾ യൂസ് ചെയ്യൂ, നിങ്ങൾക്ക് പലതും നേടാൻ സാധിക്കും, കരിയറിലൊക്കെ നിങ്ങൾക്ക് ഗ്രോത്ത് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, സോ അതിനൊക്കെ നിങ്ങൾ ശ്രമിക്കാം. സോ ഐ തിങ്ക് മതി ഇത്ര റീഡിങ് അല്ലേ, ചുമ്മാ ഒരു ചെറിയൊരു റീഡിങ്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.